മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടും റിസോഴ്സസ് ഉള്ളത്. ഏതൊക്കെയാണ്? These are the three gifts of nature. ഇതിന് അധികം മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ നമ്മുടെ എബിലിറ്റി, പൊട്ടൻഷ്യൽ ഇതൊക്കെ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ we are becoming a resource. Hi all, welcome to CCPLUS. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിസോഴ്സസ്. സോ ഡു യു നോ വാട്ട് ആക്ച്വലി a resource is? Do you know? എന്താണ് ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? Resources is anything that can be used to satisfy a need. Resources are something that can be used to satisfy a need. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായി നാം ഉപയോഗിക്കുന്ന എന്തിനേയും റിസോഴ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിസിറ്റി യു യൂസ് ഇൻ യുവർ ഹൗസ്. ഇലക്ട്രിസിറ്റി നമുക്ക് ആവശ്യമാണല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്ക് റിസോഴ്സ് എന്ന് പറയാം. ഹൗ ഡസ് സംതിങ് ബിക്കം എ റിസോഴ്സ്? ഹൗ ഡസ് സംതിങ് ബിക്കം എ റിസോഴ്സ്? എങ്ങനെയാണ്? Things become resources only when they have value. Its use or utility gives it a value. So, how does something become a resource? Things become resources only when they have value. അതിനൊരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ റിസോഴ്സ് ആവുകയുള്ളൂ. എങ്ങനെയാണ് ആ വാല്യൂ കിട്ടുന്നത്? അതിൻ്റെ യൂസ് ഓർ യൂട്ടിലിറ്റി. അതിനൊരു യൂട്ടിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന് റിസോഴ്സിന് വാല്യൂ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ വാല്യൂ ഉള്ള വസ്തുക്കൾ മാത്രമാണ് നാം റിസോഴ്സസ് ആയിട്ട് പരിഗണിക്കുന്നത്. ആൻഡ് ഓൾ റിസോഴ്സസ് ഹാവ് സം വാല്യൂ. എല്ലാ റിസോഴ്സുകൾക്കും ഒരു വാല്യൂ ഉണ്ടാവും. വാല്യൂ മീൻസ് വർത്ത്. യു നോ, വാല്യൂ മീൻസ് വർത്ത്. ആൻഡ് ടൈം ആൻഡ് ടെക്നോളജി ആർ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദറ്റ് ക്യാൻ ചേഞ്ച് സബ്സ്റ്റൻസസ് ഇൻ ടു റിസോഴ്സസ്. വെറും സബ്സ്റ്റൻസസിനെ റിസോഴ്സ് ആകുമ്പോൾ എന്താണ്? ദേ ഹാവ് എ വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി gives its a value, and time and technology are two important factors that can change substance. വെറും സബ്സ്റ്റൻസിനെ നമുക്ക് റിസോഴ്സ് ആക്കി തീർക്കാൻ പറ്റുന്നു. യൂട്ടിലിറ്റി ഉള്ള ഒരു സബ്സ്റ്റൻസ് ആക്കി തീർക്കാൻ സാധിക്കുന്നത് ടൈം ആൻഡ് ടെക്നോളജി വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. Now, some resources may have economic value. സം നോട്ട്. ചിലതിന് ഇക്കണോമിക് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവും, പക്ഷെ ചിലതിന് ഈസ്തെറ്റിക് വാല്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാല്യൂസ് ആവാം. മെറ്റൽസ് ഹാവ് ഇക്കണോമിക് വാല്യൂസ്, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു സീനറി അതിനൊരു എക്കണോമിക് വാല്യൂ ഇല്ല. ആൻഡ് ടൈപ്സ് ഓഫ് റിസോഴ്സസ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ്. വിച്ച് ആർ ദേ ആർ നാച്ചുറൽ, ഹ്യൂമൻ മെയ്ഡ് ആൻഡ് ഹ്യൂമൻ. മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടും റിസോഴ്സസ് ഉള്ളത്. ഏതൊക്കെയാണ്? നാച്ചുറൽ, ഹ്യൂമൻ മെയ്ഡ് ആൻഡ് ഹ്യൂമൻ. മെനി ഓഫ് ദീസ് റിസോഴ്സസ് ആർ ഫ്രീ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ. മിക്കവാറുമുള്ള റിസോഴ്സസ് ഒക്കെ നേച്ചറിന്റെ ഫ്രീ ഗിഫ്റ്റ്സ് ആണ്, എസ്പെഷ്യലി ദ നാച്ചുറൽ റിസോഴ്സസ്. ആൻഡ് ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡയറക്റ്റ് ആയിട്ട് വേറെ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് മിക്ക റിസോഴ്സും യൂസ് ചെയ്യാം. ബട്ട് സം വി കാൺട്ട് ഡു ലൈക്ക് ദാറ്റ്, അല്ലേ? ചിലതിന് നമുക്ക് മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. അതിനെ ആക്സസ് ചെയ്യാൻ ടെക്നോളജീസ് ആവശ്യമായിട്ട് വരും. നൗ നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? റിസോഴ്സസ് ദാറ്റ് ആർ ഡ്രോൺ ഫ്രം നേച്ചർ. അല്ലെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ദ റിസോഴ്സസ് വിച്ച് ആർ ഡ്രോൺ ഫ്രം നേച്ചർ ആൻഡ് യൂസ്ഡ് വിത്തൗട്ട് മച്ച് മോഡിഫിക്കേഷൻ. അധികം മോഡിഫിക്കേഷൻ ഒന്നും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന റിസോഴ്സസിനെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. The air we breathe, the water in our rivers and lakes, the soil, the minerals, all are natural resources. The air we breathe, the water in our rivers and lakes, the soil, minerals, ഇതെല്ലാം എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ്. These are the free gifts of nature. ഇതിന് അധികം മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Natural resources can be broadly categorized into renewable and non-renewable
റിസോഴ്സസ്. രണ്ട് തരത്തിലാണ്, റിന്യൂവബിൾ എന്നും നോൺ റിന്യൂവബിൾ എന്നും നമുക്ക് രണ്ടായി നാച്ചുറൽ റിസോഴ്സസിനെ തരംതിരിക്കാൻ സാധിക്കും. ഓക്കെ, ഓൾ ദീസ് ആർ നാച്ചുറൽ റിസോഴ്സസ് അല്ലെ. ട്രീസ്, paddy fields, water, see the sun, then animals, birds, ഇതൊക്കെ എന്താണ്, നേച്ചറിന്റെ ഫ്രീ ഗിഫ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസിന്റെ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ആണ്, റിന്യൂവബിൾ റിസോഴ്സും നോൺ റിന്യൂവബിൾ റിസോഴ്സും. അതിൽ തന്നെ റിസോഴ്സസ് വിച്ച് ക്യാൻ ബി റിന്യൂഡ്, വീണ്ടും വീണ്ടും നമുക്ക് റിന്യൂ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ക്യാൻ ബി റീയൂസ്ഡ്. Okay, they are called renewable resources. And non-renewable resource endana? Resources which cannot be renewed or reused once utilized are called non-renewable resources. Then renewable resources include components like air, water, wind, sunlight. They are present abundantly in the nature. But non-renewable resource in example endana? These include components like fossil fuels, LPG gases. Once they get over, it cannot be replenished. അതിനെ വീണ്ടും നമുക്ക് ഒരുപാട് വർഷങ്ങൾ ഒക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, they are exhaustible resources. Non-renewable resources are exhaustible. They get exhausted. And renewable resources, they are sustainable resources. They are present abundantly in the nature and they never gets over. Their rate of renewal is greater than the rate of getting exhausted. In case of renewable resources, their rate of renewal is greater than the rate of getting exhausted. അത് കൂടുതലായും റിന്യൂ ചെയ്യുന്നു, എക്സോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് റിന്യൂ ചെയ്ത് വരുന്നു. വാട്ടർ ത്രൂ ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ ഒക്കെ അത് വീണ്ടും റീപ്ലനിഷ് ചെയ്ത് നേച്ചറിൽ വരുന്നു. But in case of non-renewable resources like fossil fuels, coal, for example coal, the rate of renewal is slower than the rate of getting exhausted. അപ്പം റേറ്റ് ഓഫ് റിന്യൂവൽ വളരെ സ്ലോവർ ആണ്. ഒരുപാട് വർഷങ്ങളൊക്കെ എടുത്താണ് കോളൊക്കെ ഫോം ചെയ്യുന്നത്, നമുക്കറിയാം. ആൻഡ് ദ റേറ്റ് ഓഫ് ഗെറ്റിംഗ് exhausted is more faster. അത് വളരെയധികം വേഗത്തിൽ എക്സോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. And in case of renewable resource, they are mostly environmental friendly and does not cause pollution. പൊല്യൂഷൻ അധികം സംഭവിക്കുന്നില്ല. എയർ, വാട്ടർ, വിൻഡ്, പൊല്യൂഷൻ അത് ആന്ത്രപ്പോജനിക് ആക്ടിവിറ്റീസിലൂടെയാണ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. അതായി തന്നെ ഒരു പൊല്യൂഷൻ അത് കോസ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ലൈക്ക് ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൾ, പെട്രോളിയം, ഇതിൻ്റെയൊക്കെ കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇറ്റ് കോസസ് പൊല്യൂഷൻ. ഇറ്റ് ഈസ് എ മെയിൻ കോസറ്റീവ് agent for pollution. Let's discuss this renewable and non-renewable resources once more. Renewable resources are resources which can be renewed or can be reused, and non-renewable resources which cannot be renewed or reused. And renewable resources examples are air, water, wind, etc. Non-renewable resources in the examples are fossil fuels, LPG gases, etc. പിന്നെ renewable rate of renewal is greater and the rate of getting than the rate of getting exhausted. In case of non-renewable resources, the rate of renewal is very slower and getting exhausted is more. And the renewable resource, they are mostly environmental friendly and does not cause pollution. And in case of non-renewable resources, they cause pollution. Then natural resources are always classified depending on some factors like levels of development, origin, distribution, stock, etc. So based on the origin, they are classified as biotic and abiotic factors. Biotic endana? The things that have life, and abiotic factors which are non-living things which do not have life. Living things in a biotic in ബയോട്ടിക് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് തിങ്സ്. എന്തൊക്കെയാണ് ബയോട്ടിക്? എക്സാമ്പിൾ പ്ലാന്റ്സ്, പ്രൊട്ടിസ്റ്റ, അനിമൽസ്, ഫംഗസ്, ബാക്ടീരിയ, ലൈക്ക് മൈക്രോ ഓർഗാനിസംസ്. ആൻഡ് നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് എന്തൊക്കെയാണ്? വാട്ടർ, സോയിൽ, എയർ, ലൈറ്റ്, മിനറൽസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. സോ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ആണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ഓൾറെഡി കണ്ടു. ഓക്കെ, see the examples: renewable resources
and non-renewable resources. Then there is a term called stock of resource. എന്താണ് സ്റ്റോക്ക് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഫോർ യൂസ്. എത്രത്തോളം റിസോഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ദർ അവൈലബിലിറ്റി. We have already saw the natural resources. Now human-made resources. Human-made resources, sometimes natural substance become resources only when their original form has been changed. Iron ore was not a resource until people learned to extract from it. Iron ore from it. People use natural resources to make buildings, bridges, roads, machineries, vehicles, which are known as human-made resources. From the natural resources, we modify. Using these natural resources, we will make buildings, bridges, roads, machineries, vehicles. So all these resources are called human-made resources. They are artificially made by the humans. Technology is a human-made, is also a human-made resource. So technology is also a human-made resource. See, plastic, it's a human-made resource. Then vehicles, mirror, car, TV, spectacles, buildings, all are examples for man-made or human-made resources. So now the third type, human resource. We have already saw the natural resources, human-made resources, and third one is human resource. And then a human resource, it refers to the number, quantity, and abilities of the people, mental and physical abilities of the people. So humans തന്നെ ഒരു റിസോഴ്സ് ആയി വരുന്ന we people all are a resource. So നമ്മുടെ എബിലിറ്റി, പൊട്ടൻഷ്യൽ, ഇതൊക്കെ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ we are becoming a resource. See, human resource training, benefits, recruitment, skill, talents, development. So human itself is a resource. Education and help in making people a valuable resource. When we have good education, help, it makes us or humans a valuable resource. Then improving the quality of people's skill so that they are able to create more resources is called human resource development. So what is meant by human resource development? Improving the quality of people's skills. അപ്പം നമ്മുടെ സ്കിൽസിൻ്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ people are able to create more resources. ഒരുപാട് റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളൊരു ബെറ്റർ റിസോഴ്സ് ആയി മാറുന്നു. അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. Sustainable development means carefully utilizing resources so that besides meeting the requirements of the present, also take care of future generations. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ്സ് ഷുഡ് ഓൾവേസ് ബി സസ്റ്റൈനബിൾ, കെയർഫുള്ളി യൂട്ടിലൈസിംഗ് ദ പ്രസന്റ് റിസോഴ്സസ് വിതൗട്ട് വേസ്റ്റിംഗ് ഇറ്റ്, കൺസേർവിംഗ് ദി resources so that beside meeting the present requirements, we can also take care of the future generations. ഇപ്പോൾ നമ്മളുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് തീർത്താൽ, അതിനെ പൊല്യൂട്ട് ചെയ്താൽ, അല്ലെ അതിനെ ഡിസ്ട്രോയ് ചെയ്താൽ വരുന്ന ജനറേഷൻസിന് ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് ഉണ്ടാവില്ല. സോ വി ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ് വെരി കെയർഫുള്ളി. അപ്പോൾ അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് ഷുഡ് ഓൾവേസ് ബി sustainable. You all know M.S. Swaminathan. He is the father of White Revolution. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? If conservation of natural resources goes wrong, nothing else will go right. So we have to conserve. The conservation of natural resources is very important. The resources should be conserved for the future generation. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ CCPLUS ട്യൂഷൻ ആപ്പിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക, ഡൗൺലോഡ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പഠനത്തിന് മികച്ച ടീച്ചേഴ്സിൻ്റെ സേവനം നിങ്ങൾക്ക് CCPLUS ട്യൂഷനിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. CBSE ആൻഡ് സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക്
ട്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.